ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാത്റൂം എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് അവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയണ ടൂത്ത് പേസ്റ്റിൻ്റെ കാലിയായിട്ടുള്ള കവറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ബാത്റൂം നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും ഇരിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മൾ ടൂത്ത് പേസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലിയായ കവറ് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ പേസ്റ്റൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ എയർ ഇല്ലാതെ അല്ലേ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാനൊരു വടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നിവർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ കോൾഗേറ്റിൻ്റെ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റ് ആണെങ്കിലും ഒഴിഞ്ഞിട്ടുള്ള അതെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇതൊന്ന് നിവർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു ടെൻഷനും വേണ്ട, നമ്മുടെ ടോയ്ലറ്റൊക്കെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാനിതാ ഇതുപോലെ അതൊന്ന് നിവർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കംഫർട്ട് കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് തന്നെ ഉണ്ടാവും. നമ്മൾ എത്ര ബാത്റൂം കഴുകിയിട്ടുണ്ടെങ്കിലും ഒരു ബാഡ് സ്മെല്ല് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അവരൊക്കെ ബാത്റൂമിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്ലഷ് അടിക്കാതെ ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാത്റൂം ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാനിതാ ഇതിൽ കുറച്ച് കംഫർട്ട് ഇതുപോലെ ഒരു 4-5 ഡ്രോപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്, ഇതുപോലെ 4-5 ഡ്രോപ്പ് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലത്തെ എയർ ഇതുപോലെ കളഞ്ഞതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ടൂത്ത് പേസ്റ്റിൻ്റെ കവറ് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ഒരു കത്രിക എടുത്തിട്ട് ഇതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ കവറിൻ്റെ ഈ സൈഡ് ഭാഗം ഇതുപോലെ ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് മുറിഞ്ഞു പോകരുത്, ഇതുപോലെ ചെറിയ ചെറിയ വരകളായിട്ട് ഒരു 3-4 കട്ട് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുള്ളിലുള്ള കംഫർട്ടും ടൂത്ത് പേസ്റ്റും ഒക്കെ കുറേശ്ശെ മാത്രം വരാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതുപോലെ ഒരു നൂലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറോ എന്ത് വേണമെങ്കിലും ഇതുപോലെ കെട്ടാനായിട്ട് എടുക്കാം. ഇനി ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ കവറ് നൂലുമൊന്നും പോരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതിയാവും. ഇനി ഇതുപോലെ അതിൻ്റെ നെക്ക് ഭാഗത്തൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൽ ഇട്ട് വെക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൽ ഇതിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫ്ലഷിലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ബാഡ് സ്മെല്ലും ഒന്നും ഇല്ലാതെ ടോയ്ലറ്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതാ ഞാൻ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൽ ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഫ്ലഷ് ടാങ്കിൽ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ കവറൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചത് കാരണം കൊണ്ട് നിങ്ങൾക്കൊന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇതുപോലെ ഒന്ന് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നൂല് നമ്മൾ പുറത്തേക്ക് തന്നെ ഇതുപോലെ ആക്കിയിടണം, കാരണം നമുക്കിത് 1-2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ കൈ ഇടാണ്ട് ഈ നൂല് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ കൊണ്ട് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ആ നൂല് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമ്മൾ ഓരോ ഫ്ലഷിലും ടോയ്ലറ്റ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ, നല്ല ബാഡ് സ്മെല്ലൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ടൂത്ത് പേസ്റ്റ് ഒരുപാട് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പിന്നെ കംഫർട്ടും കൂടി ആകുമ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും, ബാത്റൂം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു ടിപ്പ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.